ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബിഗിനേഴ്സിനൊക്കെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ഒരു ആഡ്, ഇപ്പോൾ സ്വന്തം കമ്പനിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സ്വന്തം സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ ഒരു ആഡ് പെട്ടെന്ന് എങ്ങനെ റൺ ചെയ്യിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമാണ്. ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ആഡ് റൺ ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫേസ്ബുക്ക് ഇവിടെ ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഫേസ്ബുക്ക് ഫസ്റ്റിൽ നമ്മൾ പ്രൊഫൈല് ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു രീതിയിലാണ് വരിക. ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഫേസ്ബുക്കിനകത്ത് നമുക്കൊരു ഒരു പേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ടായിരിക്കണം. വാട്സാപ്പ് ബിസിനസ്സും കൂടി ആയിരിക്കണം. ഈ 3 സംഗതികളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ സീമോർ, ഇവിടെ സീമോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആർട്സ് മാനേജർ വരും. ഈ ആർട്സ് മാനേജർ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് എനിക്ക് ഇവിടെ കുറെ അധികം അക്കൗണ്ടുകൾ ഉണ്ട്. നമ്മൾ ക്ലയന്റിന്റെ അക്കൗണ്ടുകളൊക്കെ ആയിട്ട് കുറെ അക്കൗണ്ടുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ യാസീൻ ഫോർ കസ്റ്റമർ, ഈ ഒരു അക്കൗണ്ട് ഇത് ആഡ് അക്കൗണ്ടാണ്. ഈ ആഡ് അക്കൗണ്ടിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിൽ വരുമ്പം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇതിപ്പോ നമ്മൾ ആഡ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ആഡുകൾ ഇവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് ആഡ് ഇവിടെ ഓഫായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പോകേണ്ടത് ഇവിടെ ഈ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനാണ് പോകേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 6ഓളം രീതിയിലാണ് ആഡ് നമ്മൾ റൺ ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് അവയർനെസ് ആഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ അവയർനെസ് ആഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തെയോ അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെയോ നമ്മുടെ സർവീസിനെയോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയകളിൽ മുഴുവൻ ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു സംഗതിയാണ് അപ്പൊ ഈ അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അവയർനെസ് ആഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 12ഓളം പ്ലേസ്മെന്റിൽ ഫേസ്ബുക്ക് ഇത് ആളുകളെ കാണിക്കും. നമ്മളിപ്പോൾ മറ്റുള്ള ആളുകളുടെ വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ അതല്ലെങ്കിൽ റീൽസിന്റെ ഇടയിൽ ഇവിടൊക്കെ നമ്മുടെ ആഡ് എത്തിക്കും. അപ്പൊ നമുക്ക് ഈ അവയർനെസ് ആഡ് എങ്ങനെ ചെയ്യാന്ന് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം, നേരെ കണ്ടിന്യൂയിൽ പോവാം. കണ്ടിന്യൂ പോയി കഴിഞ്ഞാല് ഇങ്ങനെ 3 ഓപ്ഷനാണ് വരിക. മുകളിൽ ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 3 നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മുടെ ക്യാമ്പയിൻ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് സോഷ്യൽ മീഡിയ ആർട്സ് എന്ന് കൊടുക്കാം. അത് നമ്മൾ നേരെ കോപ്പി എടുക്കും, നമുക്ക് അടുത്ത പേജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പേജിൽ ഫസ്റ്റ് പേജിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നേരെ ഇവിടെ സെക്കൻഡ് പേജിലേക്ക് പോവാം. സെക്കൻഡ് പേജിൽ പോയി കഴിഞ്ഞാൽ ആഡ് സെറ്റ് നെയിം എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിവിടെ ഈ പേഴ്സണൽ ഗോൾ, പെർഫോമൻസ് ഗോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് അത് തന്നെയാണ് കിടക്കേണ്ടത്. അതിൽ വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഫസ്റ്റിൽ കാണുന്ന മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ്സ് ഇതിൽ തന്നെയാണ് കിടക്കേണ്ടത്. അതിനടിയിൽ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ഇവിടെ ഫേസ്ബുക്ക് പേജാണ്. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പേജ് മസ്റ്റ് ആണ്. അപ്പൊ ആ പേജാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ആ പേജ് കൊടുക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഏകദേശം 117ഓളം പേജുകളുണ്ട്. ക്ലയൻസിന്റെ പേജുകളാണ്. അപ്പൊ നമ്മുടെ പേജ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഈ വില്യാസ് ഡിജിറ്റൽ ഇതിലാണ് നമ്മൾ ആഡ് റൺ ചെയ്യിക്കാൻ പോകുന്നത്. അത് കൊടുത്തതിന് ശേഷം നേരെ താഴോട്ട് പോരുക. ഇവിടെ പ്രത്യേകിച്ചും ചെയ്യാനില്ല. ഇവിടെ നമ്മളിവിടെ ഡെയിലി ബഡ്ജറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ 200 ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു 1000 രൂപ ഡെയിലി ബഡ്ജറ്റ് ആക്കാം.
നേരെ താഴോട്ട് തന്നെ പോരുക. ഇവിടെ നമ്മൾ ലൊക്കേഷൻ ഇപ്പോൾ ഇന്ത്യയാണ് കിടക്കുന്നത്, അവിടെ നമ്മൾ കേരള എന്ന് കൊടുക്കുക. കേരള കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറുതാക്കി നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇന്ത്യയിൽ കേരളത്തിലാണ് നമ്മൾ ഈ ആഡ് കൊടുത്തിട്ടുള്ളത്. നേരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതി, ഇതില് മാക്സിമം ഏജ് ഇപ്പൊ 18 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകൾക്ക് നമ്മൾ ആഡ് കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാറ്റം വരുത്തുന്ന എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റം വരുത്താം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ഈ ലാംഗ്വേജ് എന്നുള്ള അർത്ഥമാണ്. ഇതിനകത്ത് ഈ ലാംഗ്വേജ് എന്നുള്ളിടത്ത് നമ്മൾ ലാംഗ്വേജ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മളെ കേരളത്തിലാണെങ്കിൽ ഈ ഹിന്ദിക്കാരൊക്കെ കുറെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആടുകളൊക്കെ അവർ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെല്ലും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളം കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് മാത്രം ഇത് എത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ അപ്പോൾ നമ്മൾ ലാംഗ്വേജ് മലയാളം കൊടുക്കാൻ പോകണം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഭാഷക്കാരുടെ ശല്യം നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. നേരെ താഴോട്ട് തന്നെ പോരുക. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നേരെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ആഡ് നെയിം നേരത്തെ കൊടുത്ത പോലെ തന്നെ സോഷ്യൽ മീഡിയ ആഡ്സ് എന്ന് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇത് നമുക്ക് ആഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നേരെ താഴോട്ട് പോരുക. ഇപ്പൊ ഫേസ്ബുക്ക് പേജ് ബില്യാസ് ഡിജിറ്റൽ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബില്യാസ് ഡിജിറ്റൽ ടീം എന്നെല്ലാം കൊടുത്തിട്ടുള്ളത്. വാട്സാപ്പ് നമ്പർ ഉണ്ട്. നേരെ താഴോട്ട് പോരാ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിംഗിൾ ഇമേജ് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ വീഡിയോ ആണ് കൊടുക്കാൻ കഴിയുക, അതല്ലെങ്കിൽ ഒറ്റ ഫോട്ടോ ആണ് കൊടുക്കാൻ കഴിയുക. നേരെ മറിച്ച് ഇവിടെ അടിയിൽ കറോസൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ വീഡിയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജസ് ഇത് കൊടുക്കാൻ ഇവിടെ കഴിയും. അപ്പൊ നമ്മളിവിടെ സിംഗിൾ ഇമേജ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നേരെ താഴോട്ട് വരിക. ഈ സെറ്റപ്പ് ക്രിയേറ്റീവ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. നേരെ ഇമേജിൽ പോവാം. ഞാനിവിടെ ഓൾറെഡി ഇമേജ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ ഇമേജ് സെലക്ട് ചെയ്യാണ്. അല്ലാത്തവർക്ക് ഇവിടെ അപ്ലോഡ് എന്ന് കൊടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫയലിൽ എവിടെയാണ് നമ്മളെ ഫോട്ടോ കൊടുക്കുന്നത് അത് നമുക്ക് അവിടെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഒരു പ്രൈമറി ടെക്സ്റ്റ് പത്ത് ദിവസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഇത് നമ്മൾ കൊടുത്ത ഫോട്ടോന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആഡ് കാണുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് കാണാൻ കഴിയുക. നേരെ ഡണ്ണ് കൊടുക്കണം. ഇവിടെ നമ്മൾ ആ 10 ദിവസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം എന്നുള്ള നമ്മളെ ഫോട്ടോന്റെ മുകൾ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. നേരെ സ്ക്രോൾ ചെയ്ത് പോരാം. ഇവിടെ ഇനി പ്രത്യേകിച്ച് ഒന്നും മാറ്റങ്ങൾ വരുത്താനില്ല. ഇത് നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇതിൽ വേറെ കൺഫ്യൂഷനുകളൊന്നുമില്ല. നേരെ നമ്മൾ പോയിട്ട് പബ്ലിഷ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ നമ്മൾ ആഡ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ കാണിക്കുന്നത് പ്രോസസ്സിംഗ് ആണ്. ഏകദേശം ഒരു 20 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഏറി വന്നൊരു മണിക്കൂർ അതിന്റെ ഉള്ളിലായിട്ട് ഇവിടെ ആക്റ്റീവ് എന്നുള്ളത് കാണിക്കും. പക്ഷെ ഇതിനകത്ത് ഈ ആക്റ്റീവ് കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആഡ് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം.
അപ്പോൾ ആഡ് അക്കൗണ്ടിൽ പൈസ ഇടുന്നതിന് വേണ്ടി നേരെ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെൻട്രലിൽ ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആ ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യാം. ഈ ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഒതർ എന്നുള്ളത് ചൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് നേരെ അടിയിലേക്ക് UPI എന്നുള്ളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേക്ക് പൈസ ഇടാം. നേരെ നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ UPIന്റെ QR കോഡ് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ ഗൂഗിൾ പേക്ക് പേ ചെയ്യാം. പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എമൗണ്ട് കയറി കഴിഞ്ഞാൽ നേരെ ഈ ക്യാമ്പയിനിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഈ പ്രോസസ്സിങ് എന്നുള്ളത് പ്രിപ്പയറിങ് എന്നുള്ളത് ആക്റ്റീവിലേക്ക് മാറി വരും. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.